നമസ്കാരം സനോജി. നമസ്കാരം. നമ്മൾ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഒരു ഭരണകക്ഷി താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുള്ള. ഈ രീതിയിലൊരു പതനം, 10 വർഷം കേരളം ഭരിച്ച ഒരു പാർട്ടി വളരെ ദയനീയമായ രീതിയിൽ താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതോടൊപ്പം തന്നെ BJPയുടെ ഒരു മുന്നേറ്റം, ചരിത്രത്തിലില്ലാത്തവണ്ണം കോൺഗ്രസിൻ്റെ ഒരു മുന്നേറ്റം. എന്തു തോന്നുന്നു ഇത് കണ്ടുപോകും? അല്ല, എന്തുകൊണ്ടും സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ ചിത്രമാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിധി പ്രഖ്യാപനത്തിലൂടെ സംസ്ഥാനത്ത് തെളിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും CPM-ന്റെ ഒരു അധപ്പതനം, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അധപ്പതിച്ചിരിക്കുകയാണ് പാർട്ടി. കാര്യം നമുക്കറിയാം, ജനാധിപത്യ ഭരണം വന്നപ്പോൾ തന്നെ അധികാരത്തിൽ, ബാലറ്റിലൂടെ ആദ്യം അധികാരത്തിൽ വരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. അതിനുശേഷം ഇങ്ങോട്ട് എത്രയോ വർഷങ്ങൾ അല്ലേ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലാണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ എന്നുള്ള ഒരു ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ 10 വർഷമാണ് കേരളം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ആണ്ടുപോയത്. ആ 10 വർഷത്തെ ഭരണം കേരളത്തെ എത്രമാത്രം പൊറുതിമുട്ടിച്ചു, എത്രമാത്രം ബുദ്ധിമുട്ടിച്ചു, കേരള ജനതയെ എത്രമാത്രം സഹിപ്പിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ജനങ്ങൾ ഇപ്പോൾ സർക്കാരിന് ബാലറ്റിലൂടെ നൽകിയ ഈ ഒരു മറുപടി. അതുകൊണ്ടാണ് 35 സീറ്റിൽ LDF കേരളത്തിൽ ഒതുങ്ങേണ്ടി വന്നത്. വളരെ ദയനീയം എന്ന് പറയേണ്ടി വരും അല്ലേ. ദയനീയമായ ഒരു പരാജയമാണ് LDF നേരിട്ടത്. ധർമ്മടത്ത് പിണറായി വിജയിച്ചു എങ്കിൽ പോലും വലിയ തിളക്കമാർന്ന വിജയമൊന്നും അദ്ദേഹത്തിന് നേടാനായില്ല. ചെറിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു. ഒരു മുഖ്യമന്ത്രി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നേരിട്ട ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ അതിനെ അപേക്ഷിച്ച് വളരെ താഴ്ന്ന ഭൂരിപക്ഷ നിലയിലാണ് അദ്ദേഹം വിജയിച്ചത്. ആ ഒരു വിജയം അദ്ദേഹത്തിന് വിജയമായി പോലും കണക്കാക്കാൻ പറ്റില്ല. ഇതിനേക്കാളും നല്ലത് തോൽക്കുന്നതായിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടികളാണ് പല കോണുകളിലായി കിട്ടിക്കൊണ്ടിരുന്നത്. ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഈ ഏറ്റ ഒരു തിരിച്ചടി, അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ പല വകുപ്പ് മന്ത്രിമാരും, ഈ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിലെ പല വകുപ്പ് മന്ത്രിമാരും ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ച കൂടി കേരളം കാണേണ്ടി വന്നു. ഇതൊക്കെ വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ സുനാമിയായി ആഞ്ഞടിക്കാൻ കഴിഞ്ഞത് UDF പാളയത്തിലേക്കാണ്. അവിടെ സ്കോർ വലിയ രീതിയിൽ 100 കടന്നുപോയി അല്ലെ. എക്സിറ്റ് പോളുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് 100 കടന്ന് UDF ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി എന്നുള്ളതാണ്. കോൺഗ്രസ് വലിയ നേട്ടം കൊയ്തു. മറുഭാഗത്ത് NDA മികച്ച തുടക്കം, കേരളത്തിൽ തുടക്കമെന്ന് പറയാൻ പറ്റില്ല, കാര്യം മുമ്പും ഒരു അക്കൗണ്ട് തുറന്നിരുന്നു. പക്ഷേ ആ അക്കൗണ്ട് പൂട്ടിച്ചുകൊണ്ട് അന്ന് LDF BJPയെ വെല്ലുവിളിച്ചിരുന്നു. ഇനി ഒരിക്കലും ഈ അക്കൗണ്ട് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഡബിൾ പൂട്ടിട്ടാണ് ഈ അക്കൗണ്ടുകൾ പൂട്ടിയതെന്ന് പറഞ്ഞവർക്ക് ശക്തമായ മറുപടി. അതിനുമപ്പുറം ആ ഡബിൾ പൂട്ട് തലിച്ച് തകർത്ത് പൂട്ട് തുറക്കാൻ കെൽപ്പുള്ളവരാണ് NDAയുടെ അമരത്തുള്ളവരെന്ന് തെളിയിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം 3 പേരാണ് കേരള സംസ്ഥാനത്തിൽ താമര വിരിയിച്ചത്. അതിൽ ചാത്തന്നൂരത്തെ BB ഗോപകുമാറിന്റെ വിജയം, അത് ഒരു സസ്പെൻസ് തന്നെയായിരുന്നു അല്ലേ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം, എന്നാൽ വളരെ തിളക്കമാർന്ന വിജയം. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം NDAയിൽ നേടിയ സ്ഥാനാർത്ഥിയും അദ്ദേഹമാണ്. 4005 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയം കരസ്ഥമാക്കിയത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ 3890 വോട്ടിന്റെ ഭൂരിപക്ഷം. കഴക്കൂട്ടത്താണ് മറ്റൊരു സസ്പെൻസ് നിലകൊണ്ടത്. ഒരുപക്ഷെ ഒരു 90s കിഡ്സിൻ്റെയൊക്കെ നൊസ്റ്റാൾജിയിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ചിന് സമാനമായിരുന്നു അവിടുത്തെ അവസാന ഓവറുകൾ തന്നെ പറയേണ്ടി വരും അല്ലേ, അവസാന റൗണ്ടുകൾ. കാര്യം അവസാന ഓവറിൽ വളരെ കുറച്ച് പന്തിൽ ഒരു ചെറിയ സ്കോർ അടിച്ചു കയറ്റിയ കാംബ്ലിയെയും സച്ചിനെയും സെവാഗിനെയും ഒക്കെ കണ്ടുമറന്ന ആ ഒരു 90s കിഡിൻ്റെ മനസ്സിലേക്ക് വീണ്ടും വരും. അതുപോലത്തെ ഒരു ആവേശം നിറഞ്ഞ ഒരു ഗെയിം തന്നെയായിരുന്നു അവസാനം കഴക്കൂട്ടത്ത് നടന്നത്. എങ്കിലും ഏറ്റവും ഒടുവിൽ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും V മുരളീധരൻ ജയിച്ചു കയറി. ഒരുപക്ഷെ അത് എടുത്തു പറയേണ്ട ഒരു വിജയമാണ്. കാര്യം ശബരിമല വിശ്വാസികൾ ആഗ്രഹിച്ച ഒരു വിജയമാണ്. ശബരിമല വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ കടകംപള്ളി സുരേന്ദ്രന്റെ മുഖത്തേറ്റ പ്രഹരം തന്നെയായിരുന്നു ഈ കഴക്കൂട്ടത്തെ അദ്ദേഹത്തിന്റെ പരാജയം. ഒരു ഏകദേശം മണിക്കൂറുകളോളം വിജയം ചുണ്ടിൽ ഇറ്റിച്ചിട്ട് ലാസ്റ്റ് ആ കയ്പ് ആണ് അദ്ദേഹത്തിന് നുണയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അങ്ങനെ NDA മുമ്പ് ഒരു അക്കൗണ്ടാണ് തുറന്നതെങ്കിൽ ഇക്കുറി നിയമസഭയിലേക്ക് എത്തുന്നത് 3 MLA-മാരാണ്. അതും ഇരുത്തം വന്ന MLA-മാർ, രാഷ്ട്രീയത്തിലെ അതികായന്മാർ. അവർ തന്നെയാണ് നിയമസഭയുടെ പടി ചവിട്ടി എത്തുന്നത്. അതുകൊണ്ട് ഇനി അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതുപോലെ വിശ്വാസികളുടെ വ്രണം ഒരിക്കലും മുറിപ്പെടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ, അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ, പ്രതിപക്ഷത്തിരിക്കുന്നവർ വായടച്ചാലും അത് തുറന്നു ചോദിക്കാൻ MLA-മാർ NDAയുടെ ഭാഗത്തു നിന്നും നിയമസഭയിൽ ഉണ്ടാകുമെന്ന്
അവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. എക്സിറ്റ് പോൾ പ്രകാരം 4 മുതൽ 14 സീറ്റ് വരെയൊക്കെയാണ് പ്രവചിച്ചതെങ്കിലും വളരെ തിളക്കമാർന്ന 3 വിജയങ്ങൾ NDAക്ക് കരസ്ഥമാക്കാനായി. UDF ശരിക്കും തിളങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും, ഇല്ലേ? അതെ, തീർച്ചയായും വിജയങ്ങളെ വിജയം എന്ന് തന്നെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് UDF വലിയ രീതിയിൽ, കാര്യം LDFനേറ്റ ഈ പ്രഹരം മൊത്തം വോട്ടായി മാറിയത് UDFനാണ്. UDF പാളയത്തിൽ വലിയ നേട്ടമുണ്ടാക്കി. അപ്പോൾ ഇന്നൊരു ദിവസത്തേക്കെങ്കിലും അവിടെ തർക്കമില്ലാതെ എല്ലാവരും കൂടെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരുപക്ഷെ നാളെ മുതൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വടംവലി തുടങ്ങിയേക്കാം UDFൽ. പക്ഷേ ഇന്ന് അവർ എല്ലാം മറന്ന് ഇന്ന് വിജയത്തിൻ്റെ ഒരു മധുരം നുണയുന്ന തിരക്കിലായിരുന്നു. രമേശ് ചെന്നിത്തലയാകട്ടെ, VD സതീശനാകട്ടെ, എല്ലാവരും തന്നെ വൻ വിജയമാണ് അവരവരുടെ മണ്ഡലങ്ങളിൽ കാഴ്ച. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ വിജയമൊക്കെ സംഭവിച്ചു, പക്ഷേ അവിടെ 2 ഫാക്ടേഴ്സ്, അവർ എത്രത്തോളം അത് വോട്ടായി കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്നറിയില്ല. പക്ഷേ ഈ 2 ഫാക്ടർ, ഒന്ന് ജമാഅത്തെ ഇസ്ലാമി ഫാക്ടർ, മറ്റൊന്ന് SDPI ഫാക്ടർ. SDPI ഭീകരവാദ സംഘടനയല്ല, ഒരു സെക്കുലർ പാർട്ടിയാണെന്ന് പോലും ഒരു ഘട്ടത്തിൽ കോൺഗ്രസ്സിന് പറയേണ്ടി വന്നു. അങ്ങനെ ഒരു ന്യായീകരണവും ന്യായവാദവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിക്ക് ഇവരുടെ പിന്തുണയോടുകൂടി, അല്ലെങ്കിൽ ഇവർ എന്തൊക്കെ സഹായം ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമല്ല, പക്ഷേ ഇവരുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോയൊരു പ്രസ്ഥാനത്തിന് നാളെ ഇവർ ഏതൊക്കെ തരത്തിലായിരിക്കും ട്രാപ്പ് ചെയ്യാൻ പോകുന്നത്? അല്ല, ഇത് ഒരുപാട് തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ UDF ഇനി അവരുടെ ഭരണകാലഘട്ടത്തിൽ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഒന്നാമത് നമുക്കറിയാം, എന്നൊക്കെ UDF ഇവിടെ ഭരണത്തിൽ വന്നോ അന്നൊക്കെ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരം രണാങ്കണ ഭൂമിയായി മാറിയിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ DYFI സമരങ്ങൾ തുടങ്ങും. ഇല്ലാത്ത പല കാരണങ്ങളും പറഞ്ഞ് തെരുവിലിറങ്ങും, വലിയ രീതിയിലുള്ള ലാത്തിച്ചാർജ് നടക്കും. അത് UDF ഭരണത്തിൽ ഇരുന്നപ്പോഴൊക്കെ നമ്മൾ പോലെ കണ്ട കാഴ്ച. തീർച്ചയായും സമരത്തിൻ്റെ ഒരു പ്രശ്നമല്ല ഇവിടുത്തെ, ഐഡിയോളജിക്കലി വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഗൗരവകരമായ ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പോൾ ജയിച്ചു കയറിയ ഒരു സാഹചര്യത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഒരുപക്ഷെ പത്രപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് പോലും ഇവർക്ക് വന്നേക്കാം അടുത്ത ഘട്ടങ്ങളിൽ. അപ്പോൾ UDF പറയാൻ പോകുന്ന മറുപടി വളരെയധികം നിർണായകമാണ്. ഈ ജയിച്ചു കയറിയ ഘട്ടത്തിൽ SDPA അവർ കൂടെ കൂട്ടുമോ അതോ ഇനി തഴയുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതൊരു ചോദ്യം മാത്രമല്ല, അതൊരു നിമിഷം കൂടിയാണ്. കാര്യം ഇത്തരം ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാകും UDF നേതാക്കൾ അതിജീവിക്കുക എന്നുള്ളത് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുകയാണ്. അതായത് ഇവർ പറയുന്ന കാര്യം അംഗീകരിക്കുകയെന്ന് വയ്ക്കുക, ഒരു മുസ്ലിം ജനസാമാന്യത്തെ കയ്യിലെടുക്കുവാൻ വേണ്ടിയിട്ട് ബ്ലോക്കായി അവരുടെ വോട്ട്. അത് നമുക്ക് പൂർണ്ണാർത്ഥത്തിലും ഇന്നെഫക്റ്റീവ് ആയിരുന്നു എന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം നോക്കൂ, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ വെള്ളക്കടവ്, ഭീമാപള്ളി മേഖലയിൽ ബ്ലോക്കായി. എവിടെയാണോ വോട്ട് ചെന്ന് പതിക്കേണ്ടത് അവിടേക്ക് തന്നെ ചെന്ന് പതിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ കൃത്യമായിട്ട് BJPയുടെ വിജയം തടയുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയുടെ വിജയം, അത്തരത്തിലുള്ള നീക്കങ്ങൾ നേമത്തും കഴക്കൂട്ടത്തും നടന്നിട്ടുണ്ട്. ഇത് നേമത്തും കഴക്കൂട്ടത്തും ഒക്കെ NDAയുടെ ഒരു ബേസ് കുറച്ചുകൂടെ ശക്തമായതുകൊണ്ട് മാത്രം അതിനെ അതിജീവിക്കാനായി. അതെ, നാളെ ഇവരുടെ ഈ ഒരു സഹായത്തിന് പ്രത്യുപകാരം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു അതായത് ഇപ്പോൾ തന്നെ ഒരു കളിത്തൊട്ടിലാണ്, ഭീകരവാദത്തിൻ്റെ കളിത്തൊട്ടിലായ കേരളത്തിൽ നാളെ ഇവരുടെ സഹായങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യണം എന്നാഗ്രഹിച്ചാൽ, ഇപ്പോൾ മമത എത്തിയിരിക്കുന്ന ഒരു ഡെഡ് ട്രാപ്പ് ഉണ്ട്. മമത കഴിഞ്ഞ 15 വർഷത്തോളം കാലം, മമത ആദ്യമായിട്ടല്ല ഭാരതം കാണുന്നത്, BJPയുടെ ഘടകകക്ഷിയായിരുന്നു വാജ്പേയി മന്ത്രിസഭയിൽ എനിക്ക് തോന്നുന്നു റെയിൽവേ മന്ത്രിയായിരുന്നു മമതാ ബാനർജി. അത്തരത്തിൽ മമതയ്ക്കൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. അതിനുശേഷം മമത ബംഗാൾ ഭരിച്ചപ്പോൾ വളരെ കൃത്യമായി അവിടുത്തെ ഭീകരവാദ കക്ഷികളെ, അവിടേക്ക് നുഴഞ്ഞു കയറി വന്ന ആൾക്കാരെ മമത ട്രാക്കിലാക്കി കൊണ്ടുവന്നതിൻ്റെ ഫലം ബംഗാൾ അനുഭവിച്ചതാണ്, അവിടുത്തെ ഹിന്ദുക്കൾ അനുഭവിച്ചതാണ്. കൂട്ടക്കുരുതിയും കൂട്ടക്കൊലയുമായിട്ട് ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറയുന്ന ആൾ 24 നോർത്ത് പർഗാനയിലും അതോടൊപ്പം തന്നെ സന്ദേശ് കലിയിലും എത്രമാത്രം വിഷലിപ്തമായ രീതിയിലുള്ള സാഹചര്യമാണ് ഒരുക്കിയത്. ഇത് കേരളത്തിൽ ഇപ്പോൾ തന്നെ ഒരു കളിത്തൊട്ടിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രത്യുപകാരം അവർ ചെയ്യുവാൻ ശ്രമിച്ചാൽ നാളെ കേരളത്തിൻ്റെ സുരക്ഷിതത്വം ഏത് രീതിയായിരിക്കും, എങ്ങനെ പരിഹരിക്കാൻ പറ്റും? സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഇതൊരു ദൂരവ്യാപകമായി ഭീഷണി ഉയർത്തുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ ഇനി വരും കാലത്തിൽ ഈ UDF ഇവിടെ സജീവമാകുമ്പോൾ, ഇനിയിപ്പോൾ UDFൻ്റെ നാളുകളാണ്, അപ്പോൾ UDF സജീവമാകുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പ്രീണനമാണ് ഇവർ നടത്താൻ പോകുന്നത്, ഏതൊക്കെ രീതിയിലുള്ള
സോഫ്റ്റ് കോർണേഴ്സ് ആണ് ഇവർ പലയിടത്തായി പ്രയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അതാണ് ഹരി ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരുപക്ഷേ ഈ വിഷയങ്ങൾ ഇപ്പോൾ UDF അധികാരത്തിൽ ഏറി വരുമ്പോൾ നമുക്കറിയില്ല VD സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ അതോ KC വേണുഗോപാലാണോ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുക എന്നുള്ളത്. അങ്ങനെ ഒരു ആവശ്യം ആ ഒരു ഘട്ടം എത്തുമ്പോൾ ഒരുപക്ഷേ മാധ്യമങ്ങൾ ഈ ഒരു ചോദ്യം വളരെ ഗൗരവമായി തന്നെ അവരോട് ഉന്നയിച്ചേക്കാം. ആ നിമിഷം അവരെന്ത് പറയുന്നു എന്നുള്ളതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ആ നിമിഷം അവർക്ക് വെറുതെ ഇനി ചുമ്മാ പറഞ്ഞ് ഒഴിയാൻ പറ്റുന്നതല്ല, അല്ലേ? കേരളം ഭരിക്കാൻ പോകുന്ന ഒരു പാർട്ടിയാണ്. ഉത്തരവാദിത്തത്തോടുകൂടി കേരള സംസ്ഥാനത്തിന്റെ ഭരണമേൽക്കുന്ന ഒരു പാർട്ടിയാണ്. അവിടെ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നു, മറ്റ് വകുപ്പ് മന്ത്രിമാരുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി വേണം ഈ ഒരു വിഷയത്തെ സമീപിക്കാൻ. മുമ്പ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ മുടന്തൻ ന്യായങ്ങളൊന്നും ഇനി അഴകുഴമ്പൻ മറുപടികളൊന്നും തന്നെ ഇനി ചെലവാവില്ല. അതുകൊണ്ട് ആരായാലും UDFിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനൊരു കൃത്യവും വ്യക്തവുമായ മറുപടി നൽകേണ്ടിയിരിക്കുന്നു. ആ മറുപടി എന്താണെന്നുള്ളത് നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയാൻ പറ്റും. മറ്റൊരു കാര്യം, എനിക്കിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തോന്നിയൊരു സംശയമാണ്. ഹരി, ആരായിരിക്കും ഇനി LDFിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കാട്ടുക? കാര്യം തലമുതിർന്ന നേതാക്കളൊക്കെ തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ അലട്ടുന്ന ഒരു ചോദ്യമുണ്ട് ഹരി. അതായത് ഇപ്പോൾ 35-ൽ വളരെയധികം പരാജയപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തുന്ന LDFിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ളതാണ് കാര്യം. തലമുതിർന്ന നേതാക്കളൊക്കെ തോറ്റു തുന്നം പാടിയിരിക്കുകയാണ്. കാവിലെ പാട്ട് മത്സരം പോലും ഇനി മുന്നിലില്ല. അതുകൊണ്ട് ഇനി ആരായിരിക്കും ഈ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു KN ബാലഗോപാൽ ജയിച്ച സ്ഥിതിക്ക് അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. ശൈലജ ടീച്ചറുണ്ട്. അപ്പോൾ ഇവരിൽ ആരാകും എന്നുള്ളതാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും ഇവരിൽ ആരെങ്കിലും ആയാലേ ഇതിനകത്തൊരു സ്ട്രക്ചർ ഉണ്ടാകും. പക്ഷേ അപ്പോഴും ഇടതുപക്ഷം ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം പിണറായി വിജയൻ എന്ന ഫാക്ടറിനെ എങ്ങനെയാണ് തെറ്റു പറഞ്ഞ് മനസ്സിലാക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഭരിച്ചതിൻ്റെ പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, പിണറായി വിജയനാണ് ഈ മന്ത്രിസഭയെ അടക്കി ഭരിച്ചത്. ഒരു ഏകാധിപതിയെ പോലെ അടക്കി ഭരിച്ചത് പിണറായി വിജയനാണ്. അത്തരത്തിലുള്ള പിണറായി വിജയൻ അരങ്ങൊഴിയുമ്പോൾ ഇതിനകത്തുള്ളൊരു ഇന്നഫിഷ്യൻസി ഉണ്ട്. പാർട്ടി നേതൃത്വം വളരെ കൃത്യമായി ചോദ്യം ചെയ്യുവാൻ, അതായത് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കൃത്യമായ ചോദ്യങ്ങൾ റൈസ് ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷവും ചോദ്യങ്ങൾ റൈസ് ചെയ്യാൻ പറ്റാത്ത അടിമകളായിരുന്നു ഇവർ. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഭരണപക്ഷത്തോട് ഇവർ ചോദ്യങ്ങൾ ചോദിക്കുക? എങ്ങനെയാണ് ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് ഇവർക്ക് തുടരാൻ കഴിയുക? ഇനി എങ്ങനെയായിരിക്കും പിണറായി വിജയൻ്റെ പാർട്ടിക്കുള്ളിലെ ഭാവി? പിണറായി വിജയൻ ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തവണ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച പിണറായി വിജയനെ ഇവരെങ്ങനെയായിരിക്കും സമീപിക്കുക? ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇപ്പോൾ 35 അംഗങ്ങളുമായി നിയമസഭയിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തുന്ന LDF, പക്ഷേ അവിടുത്തെ യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറയുന്നത് NDA ആണ്. നരേന്ദ്രമോദിയുടെ കളരിയിൽ വിദ്യ അഭ്യസിച്ച 2 പേരാണ് നിയമസഭയിലേക്ക് എത്തുന്നത്, ഇല്ലേ? തീർച്ചയായും. V മുരളീധരൻ കഴിഞ്ഞ മിനിസ്ട്രിയിൽ അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖരനെ വെറുതെ അല്ല ഡൽഹിയിൽ നിന്ന് മോദി ഇങ്ങോട്ട് ഒരു ദൗത്യവുമായി അയച്ചത്. അത് ഈ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി തന്നെയാണ്. ഈ 2031 മുമ്പ് BJPക്ക് ഇവിടെ ഒരു അടിവേരുണ്ടാക്കുക, ആ ഒരു ബേസ് ഉണ്ടാക്കുക, ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു കൃത്യമായ അസൈൻമെന്റായി നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു പാർലമെന്റേറിയനെ ഇങ്ങോട്ട് അയച്ചത്. അദ്ദേഹം അത് കൃത്യമായി ഇവിടെ നടപ്പാക്കി എന്നുള്ളതാണ് കാര്യം. അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് കോർപ്പറേറ്റ് ശൈലിയിൽ ഓഫീസ് ഓടിക്കുന്നു, എല്ലാം കോർപ്പറേറ്റ് ശൈലിയിൽ കൊണ്ടുപോകുന്ന ഒരാളാണെന്നൊക്കെയുള്ള ചില ആക്ഷേപങ്ങളുണ്ടായിരുന്നു. പക്ഷെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വിജയം വന്നപ്പോൾ അത് പലരുടെയും വായടപ്പിച്ചു. രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള ഒരു നേതാവിനെ അവിടം തൊട്ട് പലരും തിരിച്ചറിയാൻ തുടങ്ങി. പാർട്ടിക്കുള്ളിലുള്ളവർ പോലും അദ്ദേഹത്തെ അടക്കം പറഞ്ഞവരുണ്ട്, അദ്ദേഹത്തെ ആക്ഷേപിച്ചവരുണ്ട്. ഇവരൊക്കെ തന്നെ ഇവരുടെയൊക്കെ വാടഞ്ഞു. പ്രതിപക്ഷം പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ ബഹുമാനത്തോടെ മാറി നിന്ന് നോക്കിക്കണ്ടു. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരൊക്കെ വിദ്യ അഭ്യസിച്ചത്, ഇവരൊക്കെ ഈ വിദ്യ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൂത്രവിദ്യകൾ പഠിച്ചിറങ്ങിയത് അമിത്ഷായുടെയും മോദിജിയുടെയും കളരിയിൽ നിന്നാണ്. അതുകൊണ്ട് വെറുതെ അല്ല, അമിത്ഷാജിയും മോദിയും ഒരു ഘട്ടത്തിലൊന്നും അവർക്ക് കേരളം ഒരു പ്രശ്നമല്ലായിരുന്നു. അവർ കേരളത്തെ തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു. അന്നാണ് നമ്മൾ പ്രതീക്ഷ വെച്ചുകൊണ്ട് പാലക്കാടൊക്കെ നോക്കിയിരുന്നിട്ട് ലാസ്റ്റ് നിമിഷം കൈവിട്ടു പോകുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങനെയല്ല. രാമലക്ഷ്മണന്മാർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അമിത്ഷാജിയും മോദിജിയും ഇവർ എന്ന് കേരളത്തെ കണ്ണുവച്ചോ അന്ന് തൊട്ട് NDA ഇവിടെ വേരോട്ടം തുടങ്ങിയിരിക്കുകയാണ്. അവർക്കറിയാം, അവർക്ക് അത് ഒറ്റ ദിവസം കൊണ്ട് കേരളത്തെ കയ്യിലടക്കാൻ പറ്റില്ലെന്നും അവർക്കറിയാം. അവരൊരു തീയതി മനസ്സിൽ കുറിച്ചിട്ടുണ്ട്. ആ തീയതി എത്തുമ്പോഴേക്കും പൂർണ്ണമായും NDA കേരളം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ ഒരു തുടക്കമാണ്
തുടക്കമാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ കിട്ടുന്ന ഈ ഒരു 3 സീറ്റ്. തീർച്ചയായിട്ടും BJP അവിടെ NDAയുടെ അംഗങ്ങൾ നിയമസഭയിൽ ഉണ്ട് എന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചതിനുള്ളൊരു വ്യക്തമായ മറുപടി. അവിടെ നേരത്തെ ഹരി പറഞ്ഞാൽ ഞാൻ മുഴുമിപ്പിച്ചില്ല. ഈ പ്രതിപക്ഷ വോയിസായി മുഴങ്ങാൻ പോകുന്നത് ഈ 3 പേര്. ഈ 3 പേര് മതി. ഈ 3 പേര് മതി. 35-നും അപ്പുറം ഇടിച്ചു നിൽക്കും. അതെ, തീർച്ചയായും അവിടെ പ്രതിപക്ഷം, ഒരു സെപ്പറേറ്റ് പ്രതിപക്ഷം തീർച്ചയായിട്ടും അവിടെ ഉള്ളത്, അതായത് വളരെ മുഖ്യ പ്രതിപക്ഷമായിട്ട് 3 പേർ അതിനകത്ത് ഉള്ളത് എന്നതാണ് ഏക ആശ്വാസം. അല്ല എങ്കിൽ ഇവർ 2 പേരും ചില തൽപര കക്ഷികൾക്ക് അടിപ്പെട്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇവർക്ക് 2 പേർക്കും നട്ടല് വളയ്ക്കേണ്ടി വരും. ആ നട്ടല് വളയൽ ബാധിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയാണ്, കേരളത്തിൻ്റെ സുരക്ഷയാണ്. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ചില വലിയ പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതൊക്കെയും ചൂണ്ടിക്കാണിക്കേണ്ടതും ഇവരുടെ ഉത്തരവാദിത്തമാണ്. ഹരി, ഇതൊരു അനുഗ്രഹമാണ്. കാര്യം ഇപ്പോ NDAയുടെ ഭാഗത്തു നിന്നുള്ള 3 പേർ സഭയ്ക്കകത്തില്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു കോംപ്ലിമെന്റ് എന്നുള്ള രീതിയിൽ അതിനകത്ത് ഒതുക്കി തീർക്കാം, ഒത്തുതീർപ്പാക്കാം എന്നുള്ള രീതിയിൽ പോയേനെ. അതിൽ ഈ രാജ്യസുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെ, രാജ്യസുരക്ഷ ഉൾപ്പെടുന്ന കാര്യങ്ങൾ അതിനകത്ത് ചില കോംപ്രമൈസ് സ്റ്റോക്കിൽ ഒതുക്കുമായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അത് നടപ്പാവില്ല. കാര്യം അത് ചോദ്യം ചെയ്യപ്പെടാൻ NDAയുടെ ചുണക്കുട്ടികളായ 3 പേർ, അല്ലെ, അതും ഇരുത്തം വന്ന നേതാക്കളാണ്. അവര് തുടക്കക്കാരല്ല, അവര് പുതുമുഖങ്ങളല്ല, പാർലമെന്റേറിയൻ പരിചയങ്ങളുള്ളവരാണ്. അങ്ങനെയുള്ള 2 പേര്, 3 പേര് തന്നെയാണ് അവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ VV ഗോകുമാറിനെയും അത്ര വില കുറച്ച് കാണേണ്ട കാര്യമൊന്നുമല്ല. അദ്ദേഹം വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹം കൂടെ എത്തുമ്പോൾ വളരെ ഒരു 3 പേർ മതി, ഒരു 3 മെൻ ആർമി. ആ 3 മെൻ ആർമി ആയിരിക്കും ഒരുപക്ഷെ കേരള നിയമസഭയെ ഇനി അവരുടെ ചൂണ്ടുവിരലിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനപ്പുറം മറ്റ് വികസന പ്രശ്നങ്ങളൊക്കെയും കേരളത്തെ ബാധിക്കുന്ന തരത്തിൽ, വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിൽ വികസന പ്രശ്നങ്ങളൊക്കെയും നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം കടമെടുത്തുകൊണ്ട് ശമ്പളം കൊടുത്തിരുന്ന ഒരു സർക്കാരാണ്. തീർച്ചയായിട്ടും UDFനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് കയറി വരുന്നത്. ഇത്തരത്തിലുള്ള ഈ വെല്ലുവിളികളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ നമുക്ക് വയ്ക്കാനുള്ളത്. എന്തായാലും ഈ വെല്ലുവിളികൾ തീർച്ചയായിട്ടും ഈ വെല്ലുവിളികളുടെ ത്തിൻ്റെയും പൂട്ട് തുറക്കേണ്ടതുണ്ട്. സുരക്ഷയുടെ കാര്യത്തിൽ വ്യക്തമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ഇനി മുന്നോട്ട് പോകുന്ന സമയങ്ങളിലെല്ലാം. കാര്യം ഈ ചെലവ് മാത്രമല്ല, ഇപ്പൊ മാനിഫെസ്റ്റോയിൽ ഇവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനങ്ങൾ അടുത്ത ആഴ്ച മുതൽ അതിനെ കണ്ണുനട്ട് കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ സ്ത്രീ ജനങ്ങൾ, അവർക്ക് സൗജന്യമായ യാത്രയാണ് UDF പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ കേരളത്തിലെ സ്ത്രീകൾ സൗജന്യമായി KSRTC ബസ്സിൽ യാത്ര ചെയ്ത് തുടങ്ങുകയാണ് എന്ന് നമ്മൾ ഈ ഒരു സമയം പറയാൻ അവരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങളെ, അല്ലേ? അല്ല, അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് UDF അവർക്ക് കൊടുത്ത വാഗ്ദാനമാണ്. തെരഞ്ഞെടുപ്പ് വേളയിൽ ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞ വാഗ്ദാനമാണ്. രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞ വാഗ്ദാനം നടപ്പാക്കേണ്ടത് UDFന്റെ ചുമതലയാണ്. അവരിപ്പോൾ അവർ പോലും പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്തൊരു ഫിഗറിലാണ് അവരിപ്പോൾ അധികാരത്തിലെത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും അതിലെ ഓരോ കാര്യങ്ങൾ, അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ എണ്ണി നടപ്പാക്കാൻ സമയമായിരിക്കുകയാണ്. അതിന് നടക്കട്ടെ. അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ 3 ചേട്ടന്മാർ അവിടെ നിയമസഭയിലുണ്ട് NDA വക. എന്തായാലും കേരളത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സുരക്ഷിതത്വവും വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് ഇവർ ഈ പറയുന്ന നയങ്ങളിലൂടെ ഉയർത്താൻ പോകുന്നത്. എന്തായാലും ഇത് കണ്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു ഇനി ഉള്ള അംഗം. നമസ്കാരം. നമസ്തേ. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.